വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് കേരള സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ മലയാളികൾ അപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്ന എല്ലാം വിഴുങ്ങുന്ന ഒരു അവസ്ഥയാണെന്നാണ് പുള്ളി കരുതുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് സിബി നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്ന ഒരു പ്രഖ്യാപനങ്ങളും നടത്തിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണ്. കേരളത്തിന് അനുവദിക്കേണ്ടിയിരിക്കുന്ന ഒരു പദ്ധതികളും പ്രഖ്യാപിക്കുന്നില്ല. അതിനുവേണ്ടി മുതിരാത്ത ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നു പാലക്കാട് വൻ സംഭവമാക്കി മാറ്റും എന്ന്. LDF UDF ഭയങ്കര കള്ളന്മാരാണെന്നും ഇവിടെ യഥാർത്ഥത്തിൽ BJP മാത്രമേ ഇനി ജനങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്നും ഉടൻ തന്നെ BJP അതുകൊണ്ട് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, നരേന്ദ്രമോദി ഇന്നലെ പാലക്കാടും തൃശ്ശൂരും എത്തി വലിയ ഒരു ഷോ ഒക്കെ കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതിനു മുമ്പും വന്നിട്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വന്ന് നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അത് കണ്ടിട്ട് സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുമെന്നും എയിംസ് ഞാൻ ആലപ്പുഴയിൽ കൊണ്ടുവരും, എയിംസ് ഞാൻ കൊല്ലത്ത് കൊണ്ടുവരും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബഡ്ജറ്റിൽ കിട്ടിയത് കടലാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി മാത്രമാണ്. ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണേണ്ടതുണ്ട്? നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു വാഗ്ദാനങ്ങളാണോ ഇന്നലെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്? ഈ BJP എന്തുകൊണ്ടാണ് കേരളത്തിൽ അധികാരത്തിൽ വരാത്തതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള സുന്ദര മോഹന വാഗ്ദാനങ്ങൾ നൽകാനല്ലാതെ കേരളത്തിൽ വലിയ പദ്ധതിയൊന്നും കൊണ്ടുവരാൻ വേണ്ടി BJP തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ സുരേഷ് ഗോപിൻ്റെ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അണിയറ പ്രവർത്തനം നടത്തിയത് നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിൻ്റെ തീരുമാനമായിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് മന്ത്രിയാക്കുക എന്നുള്ളത്. സുരേഷ് ഗോപി കരുതിയതെന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രി. അതെ, അത് കുന്നംകുളത്ത് നടന്ന റാലിയിൽ വെച്ച് നരേന്ദ്രമോദി ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജയിപ്പിച്ച് വിട്ടാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. യഥാർത്ഥത്തിൽ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടു. അദ്ദേഹം കാര്യം കൃത്യമായി നോക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഏതാണ്ട് സൈലൻ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പല സ്ഥലത്തും പോയി പല കോമഡി ഷോക്കെ കലിംഗ് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. പക്ഷേ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത് വെറും BJP നേതാവല്ലല്ലോ, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. മൂന്നാമത്തെ തവണ പ്രധാനമന്ത്രിയായ ഒരു നേതാവ് കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്ന ഒരു പ്രഖ്യാപനങ്ങളും നടത്തിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റോ 2 സീറ്റോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അദ്ദേഹം വലിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു, VV രാജേഷ് പറഞ്ഞു, കൊണ്ടുവന്നു. പക്ഷേ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് വലിയ പദ്ധതിയൊന്നും പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പാലക്കാട് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാടിനെ ഈ വ്യവസായങ്ങളുടെ കോറിഡോറാക്കി മാറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം കഞ്ചിക്കോട് ദീർഘകാലമായി കഞ്ചിക്കോട് പലതരത്തിലുള്ള വ്യവസായങ്ങളുണ്ട്, പലതരത്തിലുള്ള വ്യവസായങ്ങൾ പൂട്ടിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ പല സ്ഥാപനങ്ങളും പിന്നീട് ഇല്ലാതായിട്ടുണ്ട്. ഇപ്പം ഓർമ്മയുണ്ടോ എന്നറിയില്ല, സിബിക്ക് 13 വർഷം മുന്നെയാണ് അവിടെ പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിടലൊക്കെ അതെ വലിയ ആഘോഷപരമായ ഒരു തറക്കല്ലിടൊക്കെ നടന്നു എന്നല്ലാതെ മൻമോഹൻ സിംഗ് ഒക്കെ വന്നിട്ട് 230 ഏക്കർ സ്ഥലം അവിടെ ഏറ്റെടുത്തു. അത് കാടിപിടിച്ച് കിടക്കുന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഈ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പം സർക്കാർ എന്ന് പറയുന്നത് തുടർച്ചയാണല്ലോ. കാരണം മൻമോഹൻ്റെ കാലത്ത് തുടങ്ങിയ പല പദ്ധതികളും പിന്നീട് പൂർത്തിയാക്കിയത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. കോൺഗ്രസ് സർക്കാർ ആരംഭിച്ച പല പദ്ധതികളും പിന്നീട് BJPക്ക് തന്നെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത്തരം പദ്ധതികൾ പിന്നീട് മുന്നോട്ട് പോയില്ല എന്നുള്ളതിന് മോദി മറുപടി പറയണം. പിന്നെ മാത്രമല്ല ഈ പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന് മോദി പറയേണ്ടതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഈ 2 വർഷം മുന്നേ വന്ന് അദ്ദേഹം കുന്നംകുളത്ത് പാലക്കാടും ഒക്കെ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം കരുവന്നൂർ കേസ് ആയിരുന്നു പ്രധാനമായി. പിന്നെ മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ നടന്ന തട്ടിപ്പൊക്കെ വളരെ പെട്ടെന്ന് അതിന് തീരുമാനം ഉണ്ടാക്കുമെന്നും ഒരു ചില്ലിക്കാശ് പോലും ആർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞു. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. കാരണം ഇവിടെയുള്ള PR-മാർ എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ അദ്ദേഹം പറയുന്നതാണ്. ഇപ്പം ഇന്നലെ തന്നെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചത്. ഒരു പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഇത്തരം വളരെ സില്ലിയായിട്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സില്ലിയായിട്ടുള്ള ഒരു കേസാണ്. അതൊക്കെയാണ് വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. അത് ഇവിടെയുള്ള നേതാക്കന്മാർ മതി. അപ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാർ പറയേണ്ട വിഷയങ്ങൾ ഒരു പഞ്ചായത്ത് തലത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിലേക്കുള്ള നേതാക്കന്മാർ പറയേണ്ട വിഷയങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇപ്പം ഈ നരേന്ദ്രമോദി ഷോ ആണല്ലോ, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ട് കേരള സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ മലയാളികൾ അപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്ന എല്ലാം വിഴുങ്ങുന്ന ഒരു അവസ്ഥയാണെന്നാണ് പുള്ളി കരുതുന്നത്. പക്ഷേ BJP കരുതേണ്ടത്
ഈ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ ശരിക്കും ആത്മാർത്ഥമായി അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പാലക്കാടിന് ഒരു വ്യക്തമായ ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. കോറിഡോർ ആക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്കും എന്ന് ആർക്കും പറയാം. പ്രഖ്യാപനങ്ങൾ നടത്തണമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളതാണ് സിബി നേരത്തെ സൂചിപ്പിച്ചത്. ഈ തവണത്തെ ബഡ്ജറ്റിൽ, കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലാകെയുള്ളത് എന്താണ്? കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ കടലാമകളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വികസനമായോ അല്ലെങ്കിൽ കേരളം വലിയ രീതിയിലുള്ള കുതിച്ചാട്ടം നടത്തുമോ എന്നുള്ളത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അത് വേറെ വിഷയം. പക്ഷേ എയിംസ് വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എയിംസ് പ്രഖ്യാപിക്കുന്ന. അദ്ദേഹം മന്ത്രിയായിട്ട് 2 വർഷമായി, ഒരു എയിംസും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ്? സർക്കാർ അതിനു വേണ്ടിയിട്ട്, കേരള സർക്കാർ അതിനുവേണ്ടി താല്പര്യമെടുക്കുന്നില്ല എന്നാണ്. അദ്ദേഹം അത് ആലപ്പുഴയിൽ വേണമെന്ന് പറയുന്നു, കേരള സർക്കാർ പറയുന്നു അത് കോഴിക്കോട്ട് വേണമെന്ന്. കോഴിക്കോട് അതിന് വേണ്ടി സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ, അതിനേക്കാൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വയനാട്ടിൽ നമുക്കറിയാം, കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച സംഭവമാണ് വയനാട്ടിൽ ചൂരൽമലയിലുണ്ടായ മലയിടിച്ചൽ. ഉരുൾപൊട്ടലിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നു, നിരവധി വീടുകൾ തകരുന്നു, സ്കൂളടക്കം തകരുന്നു, നിരവധി ആളുകളുടെ ജീവിതോപാധികളെല്ലാം നശിക്കുന്നു, എല്ലാ സമ്പാദ്യമെല്ലാം നശിക്കുന്നു. അദ്ദേഹം അവിടെ വന്നു, കുറേ സ്ഥലങ്ങളിൽ പോയി കണ്ടു, ചില കുട്ടികളെ താലോലിച്ചു. അതൊക്കെ PR പകർത്തി പത്രങ്ങളിലെല്ലാം കൊടുത്തു, നാഷണൽ മീഡിയയിലെല്ലാം വന്നു. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് വട്ടപൂജ്യാണ് അല്ലേ? ഇങ്ങനെയുള്ള ഉത്തരവാദിത്തം ഒരിക്കലും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊന്നും യാതൊരു താല്പര്യമില്ല. കേരളത്തിന് അനുവദിക്കേണ്ടിയിരിക്കുന്ന ഒരു പദ്ധതികളും പ്രഖ്യാപിക്കുന്നില്ല. അതിനുവേണ്ടി മുതിരാത്ത ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നു പാലക്കാട് വൻ സംഭവമാക്കി മാറ്റും എന്ന്. പാലക്കാട് മാത്രം വികസിച്ചു കഴിഞ്ഞാൽ കേരളം മൊത്തം വികസിക്കില്ലല്ലോ. അല്ല, പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കാരണം കേരളം കടമെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രീലങ്കയാകാൻ പോവുകയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിലൊരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ എന്താണ് എന്നുപോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ളൊരു പ്രസംഗമായിരുന്നില്ലേ അത്? തീർച്ചയായും അത് പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇടതുപക്ഷം വികസന പദ്ധതികൾക്ക്, കേന്ദ്രം കൊടുക്കുന്ന വികസന പദ്ധതികൾക്ക് ഉള്ള പണം മൊത്തം ഇവിടെ അടിച്ചു മാറ്റുന്നു എന്നാണ്. ഒരാൾ കള്ളൻ, മറ്റേ വലിയ മുഴുത്ത കള്ളൻ എന്നാണ്. LDF UDF ഭയങ്കര കള്ളന്മാരാണെന്നും ഇവിടെ യഥാർത്ഥത്തിൽ BJP മാത്രമേ ഇനി ജനങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്നും ഉടൻ തന്നെ BJP അതുകൊണ്ട് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്നോ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെയുള്ള ഒരു രാഷ്ട്രീയ ലൈനാണ് ഇവിടെ BJP എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും പ്രാവർത്തികമാവാത്ത ചില പദ്ധതികളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. രാഷ്ട്രീയ പദ്ധതികളാണ് പറഞ്ഞത്. കാരണം ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേട്ടു, ഞങ്ങൾ ഇവിടെ വലിയ തോതിൽ വിജയിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ BJPയെ 2 പാർട്ടിയും ഡീൽ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. BJP ആണ് ഒന്നാമത്തെ കക്ഷി, അതുകൊണ്ട് BJP ആരുടെ കൂടെയാണ് നിൽക്കുന്നത് അവർക്ക് വിജയം എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. BJP ഇപ്പോഴും വലിയ കക്ഷിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ BJP ഡീൽ എന്ന് പറയുന്നത്. BJP ആർക്കെങ്കിലും സഹായിച്ച് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഡീൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല എന്നതാണ് ഇന്നലത്തെ ഷോ എന്നുള്ളതാണ്. അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് BJP തെരഞ്ഞെടുപ്പിനെ ഒട്ടും സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് 2020 കൂടുതൽ സീറ്റ് നൽകുകയും അതും BJPക്ക് ജയസാധ്യതയുള്ള, അതല്ലെങ്കിൽ BJPയുടെ ക്ലാസ് മണ്ഡലങ്ങളായി മാറുമായിരുന്ന കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും ഉൾപ്പെടെയുള്ള സീറ്റുകൾ 2020 വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP ഈ തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ടല്ല കാണുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ, ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, നേമം പോലെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ഈ ചക്ക വീണ് മുയൽ ചാവുകയാണെങ്കിൽ ചത്തുകൊള്ളട്ടെ എന്നൊരു നിലപാടിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം BJPക്ക് ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. BJP ദേശീയ നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ അറിയാം കേരളത്തിൽ അത്ര എളുപ്പമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ വന്ന് ഒരു ഷോ മാത്രം നടത്തി നരേന്ദ്രമോദി തിരിച്ചു പോയത്. യഥാർത്ഥത്തിൽ ഏപ്രിൽ 4 വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഷോ നടത്താൻ വേണ്ടിയല്ല തിരിച്ചു വരേണ്ടത്. രാഷ്ട്രീയം തന്നെ പറയാൻ തയ്യാറാവണം. അല്ലാതെ ഈ ഇലക്ഷന് മാത്രം അഴിമതിയെക്കുറിച്ച് പറയുന്നു. പ്രധാനമന്ത്രിയാണ് പറയുന്നത് അഴിമതിയെക്കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് എന്തെല്ലാം ഏജൻസികളുണ്ട്? CBI ഉണ്ട്, അങ്ങനെ പല ഏജൻസികളുണ്ട്. ഈ ഏജൻസികളെ കൊണ്ട് ഇത്തരം വിഷയങ്ങൾ അന്വേഷിപ്പിക്കുകയും അങ്ങനെയുള്ള വലിയ അഴിമതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും
അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനൊക്കെ അധികാരമുള്ള ഒരു ഭരണാധികാരി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്നിട്ട് വളരെ സില്ലിയായ ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പോകുന്നതാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രസ്താവന പ്രൈം മിനിസ്റ്റർ പറയുന്നു. ആ പ്രസ്താവനയോടുകൂടി അവൻ അതിനെ ഏറ്റുപിടിച്ചിട്ട് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചീളുക്ക് പയ്യനെയൊക്കെ, അതായത് ഈ നാട് നീളെ ഗർഭമുണ്ടാക്കി നടന്ന ഒരുത്തനെയൊക്കെ അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം പ്രധാനമന്ത്രി ഇല്ല. അതാ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമന്ത്രി ഒരിക്കലും അത്തരം വിഷയങ്ങളെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വലിയ പ്രസംഗം അല്ലെങ്കിൽ വലിയൊരു വാക്കുകൾ കേൾക്കാൻ ആളുകൾ അവിടെ തടിച്ചുകൂടിയ. പക്ഷേ ഇക്കളി കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ ഇത്ര ഇക്കളി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തുക എന്ന് പറയുന്നത്, ആരാണ് പ്രധാനമന്ത്രി ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ട് ചാടിച്ചെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ഇവിടുത്തെ നേതാക്കന്മാർ, ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മലയാളം അറിയാത്തത് കൊണ്ട് അദ്ദേഹം ആയിരിക്കില്ല ഇത് ഒന്ന് പറഞ്ഞു കൊടുത്തത്. സുരേഷ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആരായാലും ശരി, പ്രധാനമന്ത്രിയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാർ ഈ പരിവേഷമുള്ള നേതാക്കന്മാരൊക്കെ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് എന്തൊക്കെയാണ് കേരളമെന്നും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഈ BJPക്ക് കുറച്ചും കൂടി നല്ലത് എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളൂ.